അവർ ലേറ്റ് ആയിട്ടാണോ തീർന്നത്? സാർ ഇപ്പൊ തീരുന്നേ ഉള്ളായിരുന്നു. ജോയിൻ ചെയ്യാൻ സ്റ്റുഡന്റ് വോയിസ് കട്ടാവുന്നുണ്ട്. So can we start? Yes, sir. റീറ്റെയിനിങ് വോളിന്റെ പ്രോബ്ലം നോക്കിയായിരുന്നു എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ റീറ്റെയിനിങ് വോളിലോ? നിങ്ങൾ ചോദിച്ചതിന് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. നോ സർ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൾവേർട്ടിന്റെ എസ്റ്റിമേറ്റ് ആണ്. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്: a detailed estimate is flat culvert of span 1.5 meter road 1.5 meter and 4 meter roadway. അപ്പോ സ്പാൻ ആണ് നമുക്ക് കൗണ്ട് ചെയ്തല്ല, ഞാൻ എക്സ്പ്ലെയിൻ ഒരു ഫിഗർ എടുത്തതേ ഉള്ളൂ, കൾവേർട്ടിന്റെ ഫിഗർ എടുത്തതേ ഉള്ളൂ. ഉണ്ടാണ്ടേ സ്ക്രീൻ കാണുന്നില്ല. വോയിസ് കട്ടാവുന്നു സർ. സ്ക്രീനും കാണാൻ പറ്റുന്നില്ല. ആർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? പക്ഷേ വോയിസ് കട്ടാവുന്നുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നു സർ. വോയിസ് കട്ടാവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സർ നോക്കാം. ബ്രേക്ക് ആവുന്നുണ്ട് സർ. നോക്കാം, ബ്രേക്ക് ആവുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് തരാം. അപ്പോൾ കൾവേർട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രിപ്പയർ ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് എ സ്ലാബ് കൾവേർട്ട് 1.5 മീറ്റർ സ്പാൻ. അപ്പോൾ ഇതാണ് സ്പാൻ, കൾവേർട്ടിന്റെ സ്പാൻ 1.5 മീറ്റർ. പിന്നെ റോഡ് വേ 4 മീറ്റർ. ഇതാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്താണെങ്കിൽ പ്ലാനും ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് സെഷണൽ പ്ലാൻ, ഹാഫ് സെഷണൽ എലിവേഷൻ, ഹാഫ് സെഷണൽ സെഷൻ ഓൺ CBF എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് പ്ലാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ കുറച്ച് പാർട്സ് ഒന്ന് നോക്കാം. കൾവേർട്ടിന്റെ പാർട്സ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? കൾവേർട്ടിന്റെ തിയറി പോർഷൻ ആയിട്ട് എന്തെങ്കിലും? ഇല്ല സർ. ഓക്കെ, അപ്പോ നമുക്ക് അബറ്റ്മെന്റ്സും വിങ് വോളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കൾവേർട്ടിന്റെ മുകളിലെ റോഡ് വേ സപ്പോർട്ട് ചെയ്യാനായിട്ട്, മുകളിലാണ് റോഡ്. അപ്പോൾ ഈ ഡെക്ക് എന്ന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ആ ഡെക്കിന്റെ മുകളിലാണ് റോഡ് വരുന്നത്. ബലുസ്ട്രേഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹാൻഡ് റെയിൽ സപ്പോർട്ടിങ് റെയിൽസ് ആണ്. അപ്പോൾ ഈ റോഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സൈഡിലും വിങ് വോൾ, അബറ്റ്മെന്റ്സും വിങ് വോളും ഉണ്ട്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക, ഒരു കൾവേർട്ടിനകത്ത് 2 അബറ്റ്മെന്റ്സും 4 വിങ് വോൾസും ഉണ്ടാവും. 2 അബറ്റ്മെന്റ്സും 4 വിങ് വോളും. ഈ അബറ്റ്മെന്റ്സിന്റെ മുകളിലാണ് നമുക്ക് റോഡ് വരുന്നത്.
ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് രണ്ട് അബഡ്മെന്റ്സും അതേ കണക്കിന് അബഡ്മെന്റ്സിനെ കണക്ട് ചെയ്ത് വിങ് ബോർഡ്സ് ഉണ്ടാവും. 1, 2, 3, പിന്നെ 4th വൺ ബാക്കിലാണ്. അത് നമുക്ക് വിസിബിൾ അല്ല. അപ്പോൾ അങ്ങനെ രണ്ട് പാർട്സ് അബഡ്മെന്റ്സിന്റെ മുകളിലാണ് നമ്മൾ റോഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്ലാൻ ഒന്ന് നോക്കാം. സോ നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാനാണ് പറയുന്നത്. എസ്റ്റിമേറ്റ്. സോ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമെന്ന് പറയണേ. എല്ലാവരുടെയും മെസ്സേജ് എനിക്ക് കാണാൻ പറ്റില്ല. ചിലപ്പോൾ മെസ്സേജ് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് പോകും. അതുകൊണ്ട് എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അപ്പോഴേ തന്നെ പറയണം. സോ ഇതാണ് ഹാഫ് സെക്ഷണൽ എലിവേഷൻ ഓൺ ABCD. ഹാഫ് സെക്ഷണൽ എലിവേഷൻ. അപ്പോൾ നമുക്ക് 3 ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ പറയുന്നില്ല. നമുക്ക് പ്രോബ്ലത്തിന്റെ ഓരോ പാർട്സിലും ഓരോന്നായിട്ട് എടുത്ത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് ആദ്യം നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ കുറെ എസ്റ്റിമേറ്റ് എടുത്തു. അപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എടുക്കണം. ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്തിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോ ഇതൊരു കൾവേർട്ട് ആണ്. കൾവേർട്ടിൽ ആദ്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏത് പോർഷൻ ആയിരിക്കും? ഫൗണ്ടേഷൻ ആയിരിക്കും. ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ എക്സ്കവേറ്റ് ചെയ്യണം. അപ്പൊ അതിന് പറയുന്ന പേരെന്തായിരുന്നു? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റം ആണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പൊ നമുക്ക് അബഡ്മെന്റിന്റെ ഫൗണ്ടേഷനും വേണം, വിങ് വാളിന്റെ ഫൗണ്ടേഷനും വേണം. അബഡ്മെന്റ്സും വിങ് വാളും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്തുമാത്രം എർത്ത് വർക്ക് എടുക്കണമെന്നാണ്, സോയിൽ റിമൂവ് ചെയ്യണമെന്നാണ്. അപ്പൊ നമുക്ക് നമ്പേഴ്സിനകത്ത് 2 number of abutments and 4 number of wing walls. 2 number of abutments and 4 number of wing walls. ഇനി അബഡ്മെന്റിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അത് കണക്ക് തന്നെ വിങ് വാളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുക്കണം. സോ പ്ലാൻ നോക്കാം. അബഡ്മെന്റ്സ്. സോ അബഡ്മെന്റ്സ് ആണ് ഈ നീളത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അബഡ്മെന്റ്സ് ഞാൻ വരച്ചു കാണിക്കാം. വരയ്ക്കുന്ന സ്ക്രീൻ കണ്ടിട്ടില്ല, വന്നില്ല സാർ. ഓ ഷെയർ ചെയ്തില്ല, സോറി. അബഡ്മെന്റ്സ് നമ്മൾ ഹാഫ് സെഷണൽ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അബഡ്മെന്റ്സ്. ഈ രണ്ട് സൈഡിലുള്ള അബഡ്മെന്റ്. അപ്പോൾ അബഡ്മെന്റിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അബഡ്മെന്റിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 4.8 meters. 4.8. പിന്നെ ഒരു സൈഡിലേക്ക് കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് 15 centimeter. അപ്പോൾ അത് ഈ പറയുന്ന പോർഷൻ ഫൗണ്ടേഷൻ വരുന്നതാണ്, ബ്രിക്ക് വർക്ക് ഇല്ല. ഈ ഷെയ്ഡഡ് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണാം, 40 centimeter എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ബ്രിക്ക് വർക്ക് ആണ്. ആ ബ്രിക്ക് വർക്കിന്റെ പുറത്തേക്ക് നമുക്ക് 15 centimeter കോൺക്രീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫുൾ ലെങ്ത് വേണം. ഫുൾ ലെങ്ത് ആണ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെയുള്ള പോർഷൻ വേണം. അപ്പൊ 4.8 പ്ലസ് 15 centimeter, 2 times 15 centimeter. അപ്പൊ 4.8 പ്ലസ് 2 into 0.15. അപ്പൊ അതാണ് നമുക്ക് ലെങ്ത് ഓഫ് അബഡ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ ലെങ്ത് ഓഫ് അബഡ്മെന്റ് പറഞ്ഞത്? അപ്പോ ലെങ്ത് ഓഫ് അബഡ്മെന്റ് 4.8 പ്ലസ് 2 into 0.15 എത്ര വരും? 5.1 ആണോ? 5.1. അപ്പോൾ നമുക്ക് അബഡ്മെന്റിന്റെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് വിങ് വാളിന്റെ ലെങ്ത് കിട്ടണം. അപ്പോൾ വിങ് വാൾ ആണ് നമുക്ക് എത്ര വിങ് വാൾ ഉണ്ടായിരുന്നു? 4 വിങ് വാൾ ഉണ്ടായിരുന്നു. വിങ് വാളിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, 1.2 meters.
വിങ് വാളിന്റെ ലെങ്ത് 1.2 meters. അപ്പോൾ വിങ് വാളിന്റെ ലെങ്തും കിട്ടി. അപ്പൊ അബെഡ്മെന്റിന്റെ ലെങ്ത് കിട്ടി, വിങ് വാളിന്റെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ഇത് രണ്ടിന്റെയും ബ്രെഡ്ത്ത് വേണം. അതാണ്ട് ബ്രെഡ്ത്തും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ബ്രെഡ്ത്ത്, വിങ് വാളിന്റെ ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റർ, അതേ കണക്ക് തന്നെ അബെഡ്മെന്റിന്റെ ബ്രെഡ്ത്തും 70 സെന്റിമീറ്റർ, 70. അപ്പോ രണ്ടിന്റെയും ബ്രെഡ്ത്ത് ക്വസ്റ്റിനിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിങ് വാൾ ഇത്രയും പോർഷനാണ് വിങ് വാൾ വരുന്നത്. അതാണ്ട് ഇത്രയും പോർഷനാണ് നമുക്ക് വിങ് വാൾ ആയിട്ട് വരുന്നത്. അപ്പോൾ വിങ് വാളിന്റെ ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റർ, അതേ കണക്ക് തന്നെ അബെഡ്മെന്റിന്റെ ബ്രെഡ്ത്തും 70 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കിട്ടി. ഇനി ഹൈറ്റ് വേണം. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് ബിലോ ഉള്ള ഹൈറ്റ്, അതാണ്ട് ഗ്രൗണ്ട് ലെവലിന് ബിലോ ഉള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയുമാണ്, 30 സെന്റിമീറ്റർ പ്ലസ് 30 സെന്റിമീറ്റർ. അപ്പോൾ 60 സെന്റിമീറ്റർ ആണ് ബിലോ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടത് 60 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാബ്ലർ കോളത്തിലേക്ക് പോവാം. ടാബ്ലർ കോളത്തിൽ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്തു. സോ അബെഡ്മെന്റ്, 2 number of abutments, length 5.1 meter, breadth 0.7, height 0.6. 2 into 5.1 into 0.7 into 0.6 is equal to 4.28. Ni wing walls 4 ആയിരുന്നു. അപ്പോൾ 4 into length 1.2, breadth 0.7, height 0.6. 4 into 1.2 into 0.7 into 0.6 is equal to 2.02. അപ്പോൾ ടോട്ടൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ വരുന്നത് 4.28 പ്ലസ് 2.02 is equal to 6.3 meter cube. ഇത് ക്ലിയർ ആണോ? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. Yes sir. സോ അടുത്ത നമ്മൾ എന്തായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നേരത്ത്, ബിൽഡിംഗ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നേരത്തെ അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പിൽ PCC, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അപ്പോ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് ഇപ്പോൾ എടുത്ത ക്വാണ്ടിറ്റി നമ്മൾ എന്താ എടുത്ത് എർത്ത് വർക്ക് എക്സ്കവേഷന് സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റും വരുന്നത്, ലെങ്തും ബ്രെഡ്ത്തും. പക്ഷേ ഹൈറ്റ് ചേഞ്ച് ചെയ്യും. പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ഗ്രൗണ്ട് ലെവലിലെ താഴെ മുഴുവൻ പ്ലെയിൻ സിമെന്റ് ഇൻ കോൺക്രീറ്റ് ആയിരിക്കില്ല. ഗ്രൗണ്ട് ലെവലിന് താഴെ നോക്കിക്കേ, 30 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ്. പിന്നെ അതിന് മുകളിലേക്ക് നമുക്ക് ബ്രിക്ക് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ഹൈറ്റ് 30 സെന്റിമീറ്റർ ആണ് ഫോർ അബെഡ്മെന്റ് ആസ് വെൽ ആസ് വിങ് വാൾ. ബ്രെഡ്ത്തും ലെങ്തും ഒക്കെ നേരത്തെ ക്വാണ്ടിറ്റിയുടെ സെയിം വാല്യൂ. സോ നമുക്ക് ആൻസർ നോക്കാം. Cement concrete 1:3:6 in foundation, 2 number of abutments, 4 number of wing walls. So length നേരത്തെ ക്വാണ്ടിറ്റിയുടെ സെയിം ലെങ്ത് 5.1, breadth 0.7, height മാത്രം ചേഞ്ച് ചെയ്തു. അപ്പോൾ 0.3 സെന്റിമീറ്റർ ഹൈറ്റിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കോൺക്രീറ്റിംഗ്. അപ്പോൾ 2 into 5.1 into 0.7 into 0.3 is equal to 2.14. ഇനി wing wall 4 number of wing walls, 1.2 meter length, 0.7 meter breadth and 0.3 meter height. 4 into 1.2 into 0.7 into 0.3 is equal to 1.01. But total കിട്ടാനായിട്ട് 2.14 plus 1.01 is equal to 3.15 meter cube. അപ്പോൾ total plain cement concrete in foundation 3.15 meter cube. മനസ്സിലായിട്ടുണ്ടോ? Yes sir.
എല്ലാവർക്കും? Yes, sir. സോ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എങ്ങനെയാണോ ചെയ്തത് അതേ കണക്കാനാണ് ഇവിടെയും ചെയ്തു വരുന്നത്, ഈ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിൽ ഫസ്റ്റ് നമ്മൾ അബഡ്മെന്റ്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യാണ്. അബഡ്മെന്റ്സ് നമ്മൾ പറഞ്ഞു 2 നമ്പർ ഓഫ് അബഡ്മെന്റ്സ് ആണുള്ളത്. ഇനി അബഡ്മെന്റിന്റെ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. അബഡ്മെന്റ്സ് സോ അബഡ്മെന്റ്സ് നോക്കിയാൽ കാണാം, ഇതാണ്ടേ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് നമുക്ക് 4.8 സെന്റിമീറ്റർ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടേ ഇത്രയും ഹൈറ്റിലാണ് നമുക്ക് അബഡ്മെന്റ്സിന്റെ ബ്രിക്ക് വർക്ക്. അപ്പോൾ അബഡ്മെന്റിന്റെ ബ്രിക്ക് വർക്കിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഹൈറ്റ് അല്ല ലെങ്ത്, അബഡ്മെന്റിന്റെ ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് 4.8 സെന്റിമീറ്റർ. ഇനി അതിന്റെ ബ്രെഡ്ത്തും ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പ്ലാനിൽ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടേ 40 സെന്റിമീറ്റർ, ഇതാണ്ടേ 40 സെന്റിമീറ്റർ ആണ് അബഡ്മെന്റിന്റെ ബ്രിക്ക് വർക്കിന്റെ ബ്രെഡ്ത്ത്. അപ്പോ അബഡ്മെന്റിന്റെ ലെങ്ത് 4.8 സെന്റിമീറ്റർ അല്ല, ഇത് 4.8 മീറ്റേഴ്സ് ആണ്. പ്ലാനിൽ വന്ന മിസ്റ്റേക്ക് ആണത്. 4.8 മീറ്റേഴ്സ് ആണ്, 4.8 മീറ്റേഴ്സ്. അത് കണക്ക് തന്നെ ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ. ഇനി നമുക്ക് അടുത്തത് അബഡ്മെന്റിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ പ്ലാനിൽ നോക്കിയിട്ട് അബഡ്മെന്റിന്റെ ഹൈറ്റ് പറയാവോ? അതുകൊണ്ട് ഇത്രയും ഹൈറ്റ് ആണ് അബഡ്മെന്റിൻ്റെത്. അബഡ്മെന്റിന്റെ ഹൈറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമോ? ഇതാണ് അബഡ്മെന്റിന്റെ ഹൈറ്റ്. നോക്കി പറഞ്ഞേ, അബഡ്മെന്റിന്റെ ഹൈറ്റ് എത്ര വരുമെന്ന്? 1.5 വരും. എങ്ങനെയാ 1.5 കിട്ടിയെന്ന് കൂടി പറയുമോ? 30 സെന്റിമീറ്റർ താഴത്തെ ഉള്ള ബ്രിക്ക്, പിന്നെ മേലോട്ട് 1 മീറ്റർ. പിന്നെ ഡെക്ക് സ്ലാബിന്റെ ഒരു സ്ലാബ് പോലെ ഇരിക്കുന്നതാണ് 20 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ്ട് ഈ 30 സെന്റിമീറ്റർ 1 മീറ്റർ 20 സെന്റിമീറ്റർ സ്ലാബ് തിക്നെസ്. അപ്പൊ എത്ര വന്നു? 1.5 പ്ലസ് 0.3 പ്ലസ് 0.2 എത്ര വന്നു? അല്ല, 1 പ്ലസ് 0.3 പ്ലസ് 0.2 1.5 മീറ്റേഴ്സ്. ഇനി അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2 into 4.8 into 1.5 is equal to, അപ്പൊ 2 into 4.8 into 0.4 into 1.5 is equal to 5.76 meter cube. ഇനി നെക്സ്റ്റ് വൺ വിങ് വോൾ ആണ്. അപ്പോൾ വിങ് വോളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. അപ്പോൾ ഹൈറ്റ് സെയിം തന്നെയാണ് വരുന്നത്, അബഡ്മെന്റിന്റെ അതേ ഹൈറ്റ് തന്നെ വിങ് വോളിനും വരത്തുള്ളൂ. ഇനി ബ്രെഡ്ത്തും ലെങ്ത്തും നോക്കാം. ബ്രെഡ്ത്തും ലെങ്ത്തും അബഡ്മെന്റിന്റെ ലെങ്ത് നോക്കി പറയാമോ ഇതിനകത്തുനിന്ന്? അബഡ്മെന്റിന്റെ ലെങ്തും ബ്രെഡ്ത്തും ബ്രിക്ക് വർക്കിന്റെ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുമല്ലോ അബഡ്മെന്റിന്റെ ലെങ്തും ബ്രെഡ്ത്തും. കൊടുത്തിട്ടുണ്ട് 40 സെന്റിമീറ്റർ. ഇനി ഇതാണ്ട് ലെങ്ത് കൊടുത്തിരിക്കുന്നുണ്ട്, ഈ ഒരു ലെങ്ത് 1.2 കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രിക്ക് വർക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇത് അറിയാം, ഇത് 15 സെന്റിമീറ്റർ ആണ്. അത് കണക്ക് തന്നെ അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസും എന്താണ്? 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1.2 ഇവിടെ മൈനസ് 15 സെന്റിമീറ്റർ ചെയ്യുക, ഇവിടെ പ്ലസ് 15 സെന്റിമീറ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1.2 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ വിങ് വോളിന്റെ ലെങ്ത് 1.2 മീറ്റർ, ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ, ഹൈറ്റ് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ തന്നെ 1.5 മീറ്റേഴ്സ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. സോ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. വിങ് വോൾ 4 into 1.2 into 0.4 into 1.5.
4 into 1.2 into 0.4 into 1.5 is equal to 2.88 meter cube. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാരപെറ്റ്സ് അപ് ടു കർബ്. അപ്പോൾ വിങ് വോളിന്റെ മുകളിൽ പാരപെറ്റിന്റെ ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി ആണ് അപ് ടു കർബ്. കർബ് എന്താന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ട്രാൻസ്പോർട്ടേഷനിൽ? സോ ഇങ്ങോട്ട് നോക്കിക്കോളൂ. വേണ്ടേ, ഈ പോർഷൻ, ഇത്രയും പോർഷനാണ് കർബ് എന്ന് പറയുന്നത്. കർബ്. അപ്പോൾ കർബിന്റെ ബ്രെഡ്ത്ത് അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടും 0.4 ആണ് ബ്രെഡ്ത്ത്. ഈ കർബിന്റെ ഹൈറ്റും ഡയറക്റ്റ് കിട്ടും 20 സെന്റിമീറ്റർ. അപ്പൊ 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, 20 സെന്റിമീറ്റർ കർബിന്റെ ഹൈറ്റ്. ഇനി കർബിന്റെ ലെങ്ത് ഈ ഡിസ്റ്റൻസ് ആണ് കർബിന്റെ ലെങ്ത് വരുന്നത്. ഈ ഡിസ്റ്റൻസ് എത്ര വരും? കർബിന്റെ ലെങ്ത്. സോ നമുക്കിവിടെ പ്രൊജക്ഷൻ ഉണ്ട്. ഈ പ്രൊജക്ഷൻ കോപ്പിംഗ് എന്നാ പറയുന്നത്. രണ്ട് സൈഡിലും അതാണ്ട് ഇത്രയും പോർഷൻ നമ്മൾ ആ ബ്രിഡ്ജിന്റെ പാരപ്പറ്റിന് മുകളിൽ ഒരു ഡെക്കറേറ്റീവ് ഫിനിഷ് പോലെ കൊടുക്കും, കോപ്പിംഗ്. അത് 4.9 ആണ്. അപ്പൊ 4.9 പാരപ്പറ്റിൽ നിന്നുള്ള പ്രൊജക്ഷൻ 10 സെന്റിമീറ്റേഴ്സ് ആണ്. ഇപ്പൊ 4.9 മൈനസ് 10 സെന്റിമീറ്റർ, ഇവിടെ മൈനസ് 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ലെങ്ത് എത്ര കിട്ടും? 4.7. സോ ലെങ്ത് കിട്ടി 4.7. ഇനി കർബിന്റെ ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ, ഹൈറ്റ് 20 സെന്റിമീറ്റർ. ഈ പറഞ്ഞ വാല്യൂസ് പറഞ്ഞത് ക്ലിയർ ആണോ? കർബ് ഈ ഒരു പോർഷൻ ആണ് കർബ് എന്ന് പറയുന്നത്. കർബിന്റെ ഹൈറ്റ് 20, ബ്രെഡ്ത്ത് 40. ഇനി കർബിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതാണ് കർബിന്റെ ലെങ്ത് ആയിട്ട് വരുന്നത്. നമുക്ക് കൊടുത്തിരിക്കുന്ന ലെങ്ത് ഏറ്റവും ടോപ്പിലെ ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത് 4.9 മീറ്റേഴ്സ്. ആ 4.9 ന് രണ്ട് സൈഡിലേക്കുള്ള പ്രൊജക്ഷൻസ് സബ്സ്ട്രാക്ട് ചെയ്തു. 10 സെന്റിമീറ്റർ രണ്ട് സൈഡിലും സബ്സ്ട്രാക്ട് ചെയ്തു. ഇപ്പൊ 4.7 കിട്ടും ലെങ്ത്. മനസ്സിലായോ? സോ നമുക്ക് രണ്ട് കേർബ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. അപ്പൊ 2 into 4.7 into 0.4 into 0.2 is equal to 0.75. 2.47 into 0.4 into 0.2 is equal to 0.75. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കർബിന്റെ മുകളിലുള്ള പോർഷൻ ആണ്. പാരപെറ്റ് എബവ് കർബ്. പാരപെറ്റ് എബവ് കർബ്. ഈ ഒരു ഫിഗറിൽ നമുക്ക് കർബ് ഒന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കർബ് റോഡിന്റെ മുകളിൽ ആയിട്ടായിരിക്കും കർബ് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും എന്തുണ്ടാവും? കർബ് ഉണ്ടാവും. രണ്ട് സൈഡിലും കർബ് ഉണ്ടാവും. ഈ ഹാൻഡ് റെയിൽ പോലെ കൊടുത്തിരിക്കുന്ന ഏറ്റവും ടോപ്പിൽ നമ്മൾ ഡെക്കറേറ്റീവ് ഫിനിഷ് പോലെ കൊടുക്കുന്നതാണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2 നമ്പേഴ്സ് കൊടുക്കാൻ കാര്യം നമുക്ക് രണ്ട് സൈഡിലും എന്തുണ്ടാവും? രണ്ട് സൈഡിലും കർബ് ഉണ്ടാവും. നെക്സ്റ്റ് എബവ് പാരപെറ്റ് വാൾസ് എബവ് കർബ്. പാരപെറ്റ്സ് എബവ് കർവ്. അപ്പോ എബവ് കർവിന്റെ ബ്രെഡ്ത്തും ഡെപ്തും നോക്കി പറഞ്ഞേ. അതാണ്ട് കർബ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കർബിന്റെ മുകളിലുള്ള പാരപെറ്റിന്റെ പോർഷൻ. പാരപെറ്റ് എബവ് കർബ്. ബ്രെഡ്ത്തും ഡെപ്തും നോക്കി പറയാലോ. ബ്രെഡ്ത്ത് 30, ബ്രെഡ്ത്ത് 30, ഹൈറ്റ് 60 വരത്തില്ല. 60 വെച്ചാൽ ഈ മുകളിലെ പോർഷൻ കണ്ടോ? 50. ഇത് കോപ്പിംഗ് എന്നാ പറയുന്നത്. മുകളിലെ പോർഷൻ അത് 10 സെന്റിമീറ്റർ, അത് സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോ 60 മൈനസ് 10, 50 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. 50 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ ഹൈറ്റ്, 30 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്,
ഇനി നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് നേരത്തെ കിട്ടിയ അതേ ലെങ്ത് തന്നെയാണ് 4.7. സോ പാരപെറ്റ് എബവ് കർബ് 4.7 into 0.3 into 0.5, 2 numbers. അപ്പോൾ 1.41. ഇനി പാരപെറ്റ് കോപ്പിംഗ്. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മളൊരു ഡെക്കറേറ്റീവ് ഫിനിഷ് പോലെ കൊടുക്കാറുണ്ട്, അതാണ് കോപ്പിംഗ്, പാരപെറ്റ് കോപ്പിംഗ്. അപ്പോൾ പാരപെറ്റ് കോപ്പിംഗിന്റെ അകത്ത് നമുക്ക് ഇതിനകത്തുനിന്ന് ബ്രെഡ്ത്തും ഡെപ്തും ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എത്ര വരും ബ്രെഡ്ത്തും ഡെപ്തും? കോപ്പിംഗിന്റെ ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്, 10 സെന്റിമീറ്റർ ഹൈറ്റ്. 40 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്, 10 സെന്റിമീറ്റർ ഹൈറ്റ്. ഇനി അതിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4.9 meters. 4.9 meters ആണ് നമ്മുടെ ഈ കോപ്പിംഗിന്റെ ലെങ്ത് ആയിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. 4.9 meters. പറഞ്ഞത് മനസ്സിലായോ? കോപ്പിംഗിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. So parapet coping, 2 numbers, 2, 4.9, 0.4, 0.1. 2 into 4.9 into 0.4 into 0.1 is equal to 0.39. ഇനി എന്ത് ചെയ്യാണ്? നമുക്ക് ഈ ടോട്ടൽ ക്വാണ്ടിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ 5.76 plus 2.88 plus 0.75 plus 1.41 plus 0.39 is equal to 11.19 meter cube എന്നായിരിക്കും വരുന്നത്. അത് 11.2 meter cube എന്ന് എഴുതിയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ 11.19 meter cube എന്ന് തന്നെ എഴുതണം. ആഡ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പ്ലേസസ് എപ്പോഴും എഴുതുക. അപ്പോൾ 11.19 meter cube അവിടെ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയതാണ്, അങ്ങനെ എക്സാമിന് എഴുതണ്ട. അപ്പോൾ 11.19 meter cube. ഇനി നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് വരാൻ കാര്യം, നമ്മൾ അബട്ട്മെന്റിലേക്ക് ബ്രിക്ക് വർക്ക് എടുത്ത സമയത്ത് നമ്മൾ ഈ ഒരു പോർഷനും കൂടി കൺസിഡർ ചെയ്തായിരുന്നു അബട്ട്മെന്റിന്റെ ബ്രിക്ക് വർക്ക് എടുക്കാൻ നേരത്ത്. അപ്പോൾ ഈ ഒരു പോർഷൻ അവിടെ RCC സ്ലാബ് ആണുള്ളത്. RCC സ്ലാബ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ഡിഡക്ട് ചെയ്യണം. അബട്ട്മെന്റ്സിനകത്ത് നമ്മൾ എന്താ റോഡ് കൺസ്ട്രക്ട് ചെയ്യും. ആ റോഡിന്റെ സ്ലാബ് ആണ് കാണുന്നത്. ആ സ്ലാബിന്റെ ഞാൻ ഈ റെഡ് പോർഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻസ് ഡിഡക്ട് ചെയ്യണം. അപ്പോ എത്ര വരും? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. ലെങ്ത് എത്രയാ എടുക്കണ്ടേ? ഇതാണ്ടേ ആ ബ്രിക്ക് വർക്കിന്റെ മുകളിൽ ലെങ്ത് 4.8 meters. ഇപ്പോൾ ലെങ്ത് 4.8, ബ്രെഡ്ത്ത് ഉണ്ടോ? സ്ലാബിന്റെ പ്രൊജക്ഷൻ, അബട്ട്മെന്റിലേക്കുള്ള പ്രൊജക്ഷൻ 30 സെന്റിമീറ്റർ. അപ്പോൾ ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ, സ്ലാബിന്റെ ഹൈറ്റ് 20 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് 4.8, ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ, പിന്നെ ഈ ഹൈറ്റ് 20 സെന്റിമീറ്റർ. അപ്പോൾ ഡിഡക്ട് ചെയ്യേണ്ട വാല്യൂസ് 2 കൊടുക്കാൻ കാര്യം, നമുക്ക് ഫ്രണ്ട് സർഫേസും ഉണ്ട് അബട്ട്മെന്റിൽ, ബാക്ക് സർഫേസും ഉണ്ട്. അപ്പൊ 2 into 4.8 into 0.3 into 0.2 is equal to 0.57. അപ്പോൾ നമുക്ക് വേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 11.2 minus 0.57 is equal to 10.63 meter cube. 10.63 meter cube. ഇത്രയും മനസ്സിലായോ? യെസ് സർ. ഓക്കെ. ഇനി ഇതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് മുന്നേ ഇത്രയും പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ആർക്കും ഡൗട്ട് ഇല്ല? സോ നമ്മൾ അടുത്ത റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുവാണ്. സോ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ്.
So 20 mm dia bar, 30 centimeter center to center, alternate bent up bars. അപ്പോൾ നമുക്ക് 20 centimeter dia, 30 centimeter center to center, alternate bent up bars ഉണ്ട്. പിന്നെ 20 mm dia bars, 15 centimeter center to center spacing, 15 centimeter center to center spacing. അപ്പോൾ രണ്ട് ബാർസ് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ആദ്യം എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ബാർ ഉണ്ട്, ആ സ്ട്രെയിറ്റ് ബാർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബെന്റ് അപ്പ് ബാർ ഉണ്ട്. ഇപ്പൊ ബെന്റ് അപ്പ് ബാർ ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലാനിൽ വരയ്ക്കുന്നത്, സ്ട്രെയിറ്റ് ബാർ പിന്നെ ഒരു ബെന്റ് അപ്പ് ബാർ. ഇനി കൊടുത്തിരിക്കുന്നത് 20 mm dia bar, 15 centimeter center to center spacing. So 20 mm dia bar, 15 centimeter center to center spacing എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ബാറുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് 15 സെന്റിമീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്, 15 സെന്റിമീറ്റർ. ഇനി ക്രാങ്ക്ഡ് ബാറിന്റെ കൊടുത്തേക്കുന്നത് 30 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ ഓൾട്ടർനേറ്റ് ബെന്റ് അപ്പ് ബാർസ്. അപ്പൊ ഈ ബെന്റ് അപ്പ് ബാർസ് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് 30 സെന്റിമീറ്റർ, 30 centimeters. അപ്പോ നേരത്തെ പഠിച്ചായിരുന്നു, ക്രാങ്ക്ഡ് ബാസും സ്ട്രെയിറ്റ് ബാസും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ ഇത് എത്ര മീറ്റർ ലെങ്തിലായിരിക്കും വരുന്നത്? ഇത് ആ സ്ലാബിന്റെ ഫുൾ ലെങ്തിൽ വരും. സ്ലാബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.8 മീറ്റേഴ്സ് ആയിരുന്നു, 4.8 മീറ്റേഴ്സ്. അപ്പോ നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഈ 20 mm ഡയ ബാർസ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? 20 mm ബാർസ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ? Span by spacing plus 1. Span by spacing, span by spacing plus 1. അപ്പോൾ നമുക്ക് സ്പാൻ ലെങ്ത് അറിയാം, 4.8 മീറ്റർ ആണ് നമുക്ക് ഈ ഉള്ള കോൺക്രീറ്റ് ഈ ഒരു സ്ലാബിന്റെ സ്പാൻ ലെങ്ത്. ഇതാണ് നമുക്ക് സ്പാൻ 4.8. സോ 4.8 ഡിവൈഡഡ് ബൈ സ്പേസിംഗ്, സ്പേസിംഗ് എന്ന് പറയുമ്പോൾ 30 സെന്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ബാർ തമ്മിലുള്ള സ്പേസിംഗ് എന്തായിരിക്കും? 30 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതും 15 ആണ്. സോ രണ്ട് സ്ട്രെയിറ്റ് ബാറുകൾ തമ്മിലുള്ള സ്പേസിങ് 30 സെന്റിമീറ്റർ. അപ്പോൾ 4.8 ഡിവൈഡഡ് ബൈ 30 സെന്റിമീറ്റർ, അപ്പോൾ 0.3 മീറ്റേഴ്സ് പ്ലസ് 1 എത്ര വരും ആൻസർ? 4.8 ഡിവൈഡഡ് ബൈ 0.3 പ്ലസ് 1. 17 ആണോ കേട്ടോ? 17. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് 17 കിട്ടി, നമ്പർ ഓഫ് ബാർസ് 17. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഒരു ബാറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബാറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സ്പാൻ ലെങ്ത് അറിയാം. സ്ലാബിന്റെ സ്പാൻ ലെങ്ത് എത്ര വരുന്നത്? 1.5 പ്ലസ് 30 പ്ലസ് 30, 2.1. 2.1. ഇവിടെ നമുക്ക് കവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല, ക്ലിയർ കവർ ഒന്നും ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ 40 mm ക്ലിയർ കവർ അസ്യൂം ചെയ്യണം. 40 mm ക്ലിയർ കവർ അസ്യൂം ചെയ്യുന്നു. അപ്പോ ഇനി ഒരു ബാറിന്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2.1 എന്ത് ചെയ്യണം? രണ്ട് സൈഡിലെയും ക്ലിയർ കവർ സബ്സ്ട്രാക്ട് ചെയ്യണം. രണ്ട് സൈഡിലും ക്ലിയർ കവർ എന്ന് പറയുമ്പോൾ -2 into 40 mm ആണ് ക്ലിയർ കവർ ആയിട്ട് എടുത്തിരിക്കുന്നത്. 0.04 -2 into 0.04. പിന്നെ എന്താ ആഡ് ചെയ്യണം? രണ്ട് സൈഡിലും എന്തുണ്ടാവും? രണ്ട് സർക്കുലർ ഹൂക്സ് ഉണ്ടാവും. +2 into 9 into d diameter of bar, 2 into 9 into diameter of bar. എത്ര വരും diameter of bar? 20 mm. അപ്പോൾ 0.02. ആൻസർ ഒന്ന് പറയാമോ? 2.1 - 2 into 0.04 plus 2 into 9 into 0.02. ഒരു ബാറിന്റെ ലെങ്ത് 2.38. 2.38. അപ്പൊ നമുക്ക് ഈ ഒരു ബാറിന്റെ ലെങ്ത് കിട്ടിയത് 2.38.
നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബാർസ് എത്ര കിട്ടിയത്? 17 നമ്പർ ഓഫ് ബാർസ്. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദിസ് ബാർ എങ്ങനെ കിട്ടും? 2.38 into 17. 2.38 into 17. എത്ര ആൻസർ കിട്ടുന്നത്? 40.46. 40.46. So 40.46. ഇനി നമ്മൾ ഈ സെയിം രീതിയിൽ തന്നെ എന്ത് വേണം? ക്രാങ്ക്ഡ് ബാറിന്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. ക്രാങ്ക്ഡ് ബാറിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് 2.38ന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? 0.42D. 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 അതിനകത്ത് ഡി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡെപ്ത്. ഡെപ്ത്. അപ്പോൾ ഡെപ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡെപ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് സ്ലാബിന്റെ ഡെപ്ത് എത്രയായിരുന്നു? 20 സെന്റിമീറ്റർ. നമുക്ക് ക്ലിയർ കവർ അറിയാം. ക്ലിയർ കവർ 40 mm. 40 mm ആകുമ്പോൾ നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് എഴുതാം. 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെയും 4 സെന്റിമീറ്റർ. അപ്പൊ 20 - 4 - 4 എത്ര വന്നു? 12 സെന്റിമീറ്റർ. അപ്പോ ഇതാണ്, ഈ ഹൈറ്റ് ആണ് ക്രാങ്ക്ഡ് ബാറിന്റെ ഡെപ്ത് 12 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 0.42 into 12 സെന്റിമീറ്റേഴ്സിന്റെ മീറ്റർ ആക്കുമ്പോൾ 0.12. സോ നമുക്ക് നേരത്തെ കിട്ടിയ ലെങ്ത് എത്ര ആയിരുന്നു? സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്തുമായിട്ട് ഇത് ആഡ് ചെയ്യുക. സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് 2.38. സോ എത്ര വരും ആൻസർ? ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത്, ക്രാങ്ക്ഡ് ബാർസിന്റെ ലെങ്ത് 2.43. 2.43 ആണോ 48 ആണോ? 2.38 plus 2 into 0.42D അല്ലേ? അതെ, 2 into 0.42D ആണ്. 2 into 0.42D. അപ്പോൾ 2.48. 2 into 0.42 into D. സോ അപ്പം കിട്ടുന്ന ആൻസർ 2.48. സോ ഇനി നമുക്ക് നമ്പർ ഓഫ് ബാർസ് കിട്ടാനായിട്ട് ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യണ്ട. മെയിൻ ബാർ എത്രയാണോ അതിൽ നിന്ന് ഒരെണ്ണം സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതുക. അപ്പൊ നമുക്ക് കിട്ടിയ മെയിൻ ബാർസ് 17 നമ്പേഴ്സ് ആണ്. അപ്പോ ക്രാങ്ക്ഡ് ബാർ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. 16 നമ്പേഴ്സ് ആയിരിക്കും നമ്പർ ഓഫ് ക്രാങ്ക്ഡ് ബാർസ്. 16 numbers of cranked bar. അപ്പോൾ 16 into 2.48 is equal to 39.68. അപ്പോൾ 39.68 ആണ് cranked barsന്റെ ടോട്ടൽ ലെങ്ത്. cranked barsന്റെ ടോട്ടൽ ലെങ്ത് 39.68. ഇനിയിപ്പോൾ 20 mm ഡയാബാസ് ടോട്ടൽ എത്രയുണ്ട്? 40.46 plus 39.68. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 40.46 plus 39.68. 80.14. 80.14. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ശരിക്കും നമുക്ക് ലെങ്താ കിട്ടിയിരിക്കുന്നത് 80.14. എത്ര കിലോഗ്രാം സ്റ്റീൽ വേണമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 80.14 ആണ് ടോട്ടൽ ലെങ്ത്. നമുക്ക് വേണ്ടത് എത്ര കിലോഗ്രാം സ്റ്റീല് നമുക്ക് പർച്ചേസ് ചെയ്യണം എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ 1 കിലോഗ്രാം സ്റ്റീലിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു. അല്ല, 1 കിലോഗ്രാം അല്ല, 1 മീറ്റർ ലെങ്തിലുള്ള ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റി. അതിന് ഇക്വേഷൻ എന്തായിരുന്നു? 1 മീറ്റർ ലെങ്തില് നമുക്കൊരു ഗിവൺ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ d square by 162. d square divided by 162, where d stands for diameter of bar. നമ്മുടെ ബാറിന്റെ ഡയമീറ്റർ എത്രയായിരുന്നു? 20 mm ആയിരുന്നു. അപ്പോൾ ഇൻറ്റു 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 എത്ര വന്നു? 80.46. എത്ര? 2.46.
80.14 into 20 square divided by അല്ല 162. 80 അത് ഇൻറ്റു ചെയ്തില്ല സാർ. അതെ ആ, ആ, ആ. 197.8 സാർ. 197.87 kilograms. സോ നമുക്ക് 20 mm ബാർ ഈ കൾവേർട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 197.87 kilogram steel. 197.87 kilogram steel. ഇനി അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് വേറെ മെയിൻ ബാർ ഉണ്ടെങ്കിൽ ഇനി ഡിസ്ട്രിബ്യൂഷൻ ബാർസും ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് 10 mm dia, 25 centimeter center to center. Distribution bar 10 mm dia, 25 centimeter center to center. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ എങ്ങനെയായിരിക്കും ഈ സ്ലാബിൽ അറേഞ്ച് ചെയ്യുന്നത്? ഇത് മെയിൻ ബാർ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാർ കണ്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ നമ്പേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിസ്ട്രിബ്യൂഷൻ ബാർസിന്റെ നമ്പേഴ്സ് എത്ര നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉണ്ട്? പറഞ്ഞേ, ഇക്വേഷൻ പറഞ്ഞേ. എത്ര നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ ഉണ്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്പാൻ ബൈ സ്പേസിംഗ് പ്ലസ് 1. ഇവിടെ എടുക്കേണ്ട സ്പാൻ എത്രയാ? 4.8 ആണോ 2.1 ആണോ? 2.1. 2.1 ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പറഞ്ഞിരിക്കുന്നത് 25 സെന്റിമീറ്റർ. അപ്പോൾ 0.25 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ബാർസ് 10 മതി. 9.4 അല്ല കിട്ടിയ? 9.4. സോ 9.4 നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് ഒന്നെങ്കിൽ 10 എടുക്കാം, ഇല്ലെങ്കിൽ 9 എടുക്കാം. 9.4 ഒക്കെ ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 9 എടുക്കുന്നതേ ഉള്ളൂ. 9. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ 10ലേക്ക് പോകാം, ഇല്ലെങ്കിൽ 9ലേക്ക് പോകാം. ഇവിടെ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ബാർ ആയതുകൊണ്ട് ഞാൻ 9ലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വെയിറ്റും എടുക്കുന്നത് മെയിൻ ബാർ ആയിരിക്കും. ആ മെയിൻ ബാറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ കൊടുക്കുന്നത്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ലെങ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ലെങ്ത് അപ്പോൾ നമുക്ക് 4.8 മീറ്റർ ലെങ്തിലാണ് ഡിസ്ട്രിബ്യൂഷൻ ബാർ വരുന്നത്. അതിനകത്ത് ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ സബ്സ്ട്രാക്ട് ചെയ്യണം? രണ്ട് സൈഡിലും ക്ലിയർ കവർ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 4.8 മൈനസ് ക്ലിയർ കവർ എത്ര എടുക്കാൻ പറഞ്ഞേ? 40 mm. അപ്പോൾ മീറ്റർ ആകുമ്പോൾ 0.04 പ്ലസ് എന്ത് കൂടെ ആഡ് ചെയ്യണം? 2 ഹൂക്ക് 2 into 9 into diameter of bar. ആൻസർ എന്ത് വരും? ലെങ്ത് ഡയമീറ്റർ എത്രയാണ് സാർ? 10 mm dia bar. 10 mm dia bar. നല്ലേ 4.9 meters. അപ്പോൾ നമുക്ക് ഒരു ബാറിന്റെ ലെങ്ത് 4.9 meters. നമ്മൾ എടുക്കുന്നത് 9 നമ്പർ ഓഫ് ബാർസ് ഉണ്ടെന്ന് എടുക്കുന്നത്. അപ്പോൾ 4.9 into 9 എത്ര വരും? (4.9 into 9) എത്ര വരും? 44.1. 9 into 4.9 നമ്മള് നമ്പർ ഓഫ് ബാർസ് 9 ആയിട്ട് കിട്ടി. 4.9. അപ്പോൾ 9 into 4.9 44.1.
അപ്പോൾ 44.10 എന്ന് എഴുതണം നിങ്ങൾ. നമ്മളെപ്പോഴും ഡെസിമൽ കഴിഞ്ഞ് 2 പ്ലേസ് എഴുതാറുണ്ട്. 44.1. ഈ ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ് സർ. ഇനി നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ബാറും കൂടി കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ ഇനി നമുക്ക് ക്രാങ്ക്ഡ് ബാർസ് ഉണ്ടല്ലോ. ക്രാങ്ക്ഡ് ബാർസിന്റെ ടോപ്പിലും എന്ത് വരും? ഡിസ്ട്രിബ്യൂഷൻ ബാർസ് വരും. അത് വരച്ചു കാണിക്കാം. സോ നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്ത ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എല്ലാം ഈ ബോട്ടത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആയിരുന്നു. ഈ ബോട്ടം സർഫസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി. ഇനി ഇവിടെ എന്തുണ്ട്? ഈ ടോപ്പിലും ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഉണ്ട്. ക്രാങ്ക്ഡ് ബാർസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ക്രാങ്ക്ഡ് പോർഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഉണ്ട്. ഇനി അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ക്വസ്റ്റിനകത്താണെങ്കിൽ ക്രാങ്ക്ഡ് ലെങ്ത് ഒന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ക്രാങ്ക്ഡ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരുന്നു ഈ ക്രാങ്ക്ഡ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓർക്കുന്നുണ്ടോ? റീഇൻഫോഴ്സ്മെന്റ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പഠിപ്പിച്ചും പറഞ്ഞായിരുന്നു. ഈ ക്രാങ്ക്ഡ് പോർഷന്റെ സ്പാൻ L/4 to L/5. ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് L/4 ആണ്. സ്പാൻ ഡിവൈഡഡ് ബൈ 4. നമുക്ക് സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഈ ലെങ്ത് ആണ് സ്പാൻ 2.1 മീറ്റർ ആയിരുന്നു. അപ്പൊ 2.1 ഡിവൈഡഡ് ബൈ 4, 2.1 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.525. അപ്പോൾ നമുക്ക് ഈ സ്പാൻ ലെങ്ത് എന്ന് പറയുന്നത്, ക്രാങ്ക്ഡ് ലെങ്ത് എന്ന് പറയുന്നത് 0.525 മീറ്റേഴ്സ്. 0.525 മീറ്റേഴ്സ്. ഇനി അതിനകത്തുനിന്ന് നമുക്ക് നമ്പർ ഓഫ് ബാർസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാമോ? 0.525 നമ്പർ ഓഫ് ബാർസ്. നമ്പർ ഓഫ് ബാർസ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1. സ്പാൻ 0.525, സ്പേസിംഗ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ. 0.525 ഡിവൈഡഡ് ബൈ 0.25 പ്ലസ് 1 എത്ര വരും? ആൻസർ 3.1. 3.1. അപ്പൊ നമുക്ക് 3 ആയിട്ട് എടുത്താൽ മതി. നമുക്ക് 3 മീറ്റർ ലെങ്ത് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് എത്ര കിട്ടി? ഈ കിട്ടി. ലെങ്ത് നമുക്ക് നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെയായിരിക്കും. അപ്പോ 3 into 0.525 എത്ര വരും? 3 into 4.9. ലെങ്ത് നമുക്ക് നേരത്തെ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ സെയിം ലെങ്ത് തന്നെ കിട്ടുന്നത്. 3 into 4.9 എത്ര വന്നു? 14.7. 14.7. ഈ ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ലെങ്ത് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. 10 mm ബാർ. അപ്പോൾ 44.1 പ്ലസ് 14.7. 44.1 പ്ലസ് 14.7 എത്ര വരും? 58.8. 58.8. ഞാൻ എത്ര കിലോഗ്രാം ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണ്ടേ? 58.8 into 2.4. d square by 162. 50 ഇത് രണ്ടും കൂടെ 44.1 പ്ലസ് 14.7 ചെയ്യുമ്പോൾ 58.8 കിട്ടും. അപ്പോൾ 58.8 മീറ്റർ ലെങ്ത് ആണ് ടോട്ടൽ നമുക്ക് വേണ്ട 10 mm ബാർ. ഇനി അതിന് എത്ര കിലോഗ്രാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ടോട്ടൽ വാല്യൂവിനെ ഇൻറ്റു d square by 162.
58.8 into d square by 162. ഇവിടെ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 mm ആണ്. അപ്പൊ 58.8 into 10 square divided by 162. എത്ര വന്നു ആൻസർ? 58.8 into 10 square by 162. 36.29. 36.29 kilograms. 36.29 kilograms. Okay. ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? No, sir. ഇനി 6th വൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിയറിംഗ് കോട്ടാണ്. അപ്പോൾ വിയറിംഗ് കോട്ട് കൊടുക്കുന്നത് നമ്മൾ റോഡിന്റെ ടോപ്പ് സർഫസിലാണ്. അതുകൊണ്ടാണ് റോഡിന്റെ സെയിം ലെങ്ത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് 4 meter ലെങ്ത്. ഇതിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. വിയറിംഗ് കോട്ടിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും. സോ വിയറിംഗ് കോട്ടിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് 10 centimeter വിയറിംഗ് കോട്ട്. അപ്പോൾ വിയറിംഗ് കോട്ടിന്റെ ഹൈറ്റ് 10 centimeter അല്ലെങ്കിൽ തിക്നെസ്. സോ ഇതാണ്ട് കൊടുത്തത് 10 centimeter വിയറിംഗ് കോട്ട്. അപ്പോൾ 10 centimeter സിമെന്റ് കോൺക്രീറ്റ് വിയറിംഗ് കോട്ട്, അതാണ് CC. അപ്പോൾ നമുക്ക് വിയറിംഗ് കോട്ടിന്റെ തിക്നെസ് കിട്ടി 10 centimeter. ഇനി വിയറിംഗ് കോട്ട് ഞാൻ പറഞ്ഞു റോഡിന്റെ മുകളിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റോഡിന്റെ മുകളിൽ കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അബറ്റ്മെന്റ് ഫുൾ ആയിട്ട് വിയറിംഗ് കോട്ട് വരും. അപ്പോൾ ഇതാണ്ട് ഈ 1.5 meter പ്ലസ് നമുക്ക് ഈ സൈഡിലേക്കുള്ള ഇതാണ്ട് ഈ ബ്രിക്ക് വർക്കിന്റെ മുകളിലും വിയറിംഗ് കോട്ട് ഉണ്ടാവും. 1.5 പ്ലസ് 0.4 അത് കണക്കാണ് ഇങ്ങോട്ടും വരും. അപ്പോൾ വിയറിംഗ് കോട്ടിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1.5 meter പ്ലസ് ഈ 40 centimeter. ഇത് കണക്ക് ഇങ്ങോട്ടുള്ള 40 centimeter. അപ്പോൾ 1.5 പ്ലസ് 0.4 പ്ലസ് 0.4 2.3 meter ആണ് വിയറിംഗ് കോട്ടിന്റെ ബ്രെഡ്ത്ത്. വിയറിംഗ് കോട്ടിന്റെ തിക്നെസ് 1. ഈ വിയറിംഗ് കോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ റോഡ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ലെങ്ത് ഓഫ് ദ റോഡ് 4 meter ആണ് റോഡിന്റെ ലെങ്ത് എന്ന്. 4 meter roadway. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. 4 into 2.3 into 0.1 is equal to 0.92 meter cube. 4 into 2.3 into 0.1 is equal to 0.92 meter cube. ഇനി ഇത് പറഞ്ഞ മനസ്സിലായോ വിയറിംഗ് കോട്ട്? Yes, sir. ഇനി നമുക്ക് ഒരു ക്വാണ്ടിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ, പ്ലാസ്റ്ററിങ്. സാധ്യത മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മുടെ ലാസ്റ്റ് ഐറ്റം ആണ് പ്ലാസ്റ്ററിങ്. സോ പ്ലാസ്റ്ററിങ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് face wall from 10 centimeter below ground level up to bottom of coping. Face wall from 10 centimeter below ground level up to bottom of coping. സോ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതാണ്ടേ ഈ ഫുൾ പോർഷൻ അപ് ടു 10 centimeter. ഇപ്പൊ ഇവിടെ കോപ്പിംഗ് ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ ഇത്രയും പോർഷൻ പ്ലാസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഓപ്പണിംഗ് നമ്മൾ അവസാനം ഡിഡക്ട് ചെയ്യും. അപ്പൊ ഇത്രയും പോർഷൻ പ്ലാസ്റ്റർ ചെയ്യുന്നതാണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും പോർഷൻ. സോ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ്? മീറ്റർ സ്ക്വയറിലാണോ? പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി മീറ്റർ സ്ക്വയറിലാണോ മീറ്റർ ക്യൂബ്? മീറ്റർ സ്ക്വയറിലാണ്. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട? പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യേണ്ട.
പ്ലാസ്റ്ററിങ്ങിന്റെ തിക്നെസ് കൺസിഡർ ചെയ്യേണ്ട. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ ഹൈറ്റ് വേണ്ട, നമുക്ക് എന്ത് വേണം? ലെങ്ത്തും ബ്രെഡ്ത്തും വേണം. സോ നോക്കിക്കേ, നമുക്ക് 10 സെന്റിമീറ്റർ ബിലോ കോപ്പിംഗ് വരെയാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ 4.9 വരും. അതിനകത്ത് എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും 10 സെന്റിമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ഒരു ലെങ്ത് ആണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഫ്രണ്ട് ഫേസ് ആണ്. ഇത് കണക്ക് എന്ത് വരും? ബാക്കിൽ ഒരു ഫേസും വരും. അപ്പൊ 2 നമ്പേഴ്സ് ഓഫ് ഉണ്ടാവും. അത് കണക്കിന് പ്ലാസ്റ്ററിങ്ങിന്റെ ലെങ്ത് നമ്മൾ കോപ്പിംഗ് ചെയ്യില്ല. കോപ്പിങ്ങിന്റെ താഴെ എന്ന് പറയുമ്പോൾ 4.9 മൈനസ് 0.1 മൈനസ് 0.1. അപ്പൊ 4.7 വരും ലെങ്ത്. 4.7. ഇനി നമുക്ക് ഹൈറ്റ് വേണം. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സെഷൻ എടുത്താൽ മതി. ഹൈറ്റ് എടുക്കുന്നത് നമുക്ക് 10 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ 10 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ 0.1. പിന്നെ ഈ ഒരു ഹൈറ്റ് 1.5. ഇനി പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ 60 കൊടുത്തിരിക്കുന്നത് കോപ്പിംഗ് വരെയുള്ള ഹൈറ്റ് ആണ്. 60 കൊടുത്തിരിക്കുന്നത് കോപ്പിംഗിന്റെ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ റിമൈനിങ് ഹൈറ്റ് 60 ആണ്. റിമൈനിങ് ഹൈറ്റ് 50 സെന്റിമീറ്റർ. കോപ്പിംഗിന്റെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 50 സെന്റിമീറ്റർ. 0.1 പ്ലസ് 1.5 പ്ലസ് 0.5 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ 2.1 മീറ്റർ. അപ്പോൾ ലെങ്ത് 4.7 മീറ്ററും ഹൈറ്റ് 2.1 മീറ്റേഴ്സും. പറഞ്ഞ മനസ്സിലായോ? സാർ ഒന്നുകൂടെ പറഞ്ഞു. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പോർഷൻ ഞാനൊന്നും കൂടി പറയാം. ഫേസ് wall from 10 centimeter below ground level up to bottom of coping. Face wall from 10 centimeter below ground level up to bottom of coping. Face wall എന്താന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഞാൻ ഈ വരച്ചു വെച്ചേക്കുന്ന പോർഷൻ ഇല്ലേ, അതാണ് ഫേസ് വാൾ. ഞാൻ ഒന്നുകൂടി വരച്ച് കാണിക്കാം. സോ ഇതാണ് ഫേസ് വാൾ എന്ന് പറയുന്നത്. ഞാൻ എന്താ ഈ റെഡ് കളർ വെച്ച് മാർക്ക് ചെയ്യുന്ന പോർഷൻ ആണ് ഫേസ് വാൾ. അപ്പോൾ ഇത് പ്ലാസ്റ്റർ ചെയ്യുന്നതിനാണ് ഈ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫേസ് വാൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, നമുക്ക് താഴെ എന്തുകൊണ്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് നമ്മൾ അവസാനം ഡിഡക്ട് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ഫേസ് വാൾ എന്ന് പറയുന്ന പോർഷൻ. ഫേസ് വാൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഫസ്റ്റ് ഫേസ് ആണ്. ബാക്കിൽ എന്തുണ്ട്? ഇത് കണക്ക് തന്നെ ആയിരിക്കും ബാക്കിലെ പോർഷൻ. അപ്പോൾ 2 ഫേസ് വാൾ ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഫേസ് വാളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതാണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു ഫേസ് വാൾ ഈ ഫിഗറിൽ. ഇനി ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ്ടേ കോപ്പിംഗ് വരെയുള്ള കോപ്പിംഗിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 4.9 മീറ്റേഴ്സ്. 4.9 മീറ്റേഴ്സ്. ഇനി ഇത് കണ്ടോ, കോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു 10 സെന്റിമീറ്റർ രണ്ട് സൈഡിലേക്കും പ്രൊജക്ഷൻ ഉണ്ട് ഫേസ് വാളിൽ നിന്ന്. അപ്പോൾ നമുക്ക് വേണ്ട ഫേസ് വാളിന്റെ ലെങ്ത് എന്ന് പറയാനായിട്ട് 4.9 മൈനസ് 10 സെന്റിമീറ്റർ ഇങ്ങോട്ടും മൈനസ് 10 സെന്റിമീറ്റർ. അപ്പോൾ 4.7 കിട്ടും. 4.7. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഹൈറ്റ് വേണം. ഫേസ് വാളിന്റെ ഹൈറ്റ്. ഫേസ് വാളിന്റെ ഹൈറ്റ് കിട്ടാൻ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ സെക്ഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. നമുക്ക് വേണ്ടത് 10 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 10 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ. പിന്നെ ഇവിടെ 1.5 ഉണ്ട് പ്ലസ്
60 എടുക്കണ്ട, ബിക്കോസ് ഇത് കോപ്പിംഗ് ആണ്. കോപ്പിംഗ് എക്സ്ക്ലൂഡ് ചെയ്താണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. കോപ്പിംഗിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 50 സെന്റിമീറ്റർ, ഇവിടെ 1.5 മീറ്റർ, പിന്നെ ഗ്രൗണ്ട് ലെവലിന് താഴെ ഒരു 10 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 0.5 പ്ലസ് 1.5 പ്ലസ് 0.1 is equal to 2.1 meter height. അപ്പോൾ ഫേസ് വാളിന്റെ ഹൈറ്റ് 2.1 മീറ്റർ, ലെങ്ത് 4.7 മീറ്റർ. ഫ്രണ്ടിലും ബാക്കിലും ഫേസ് വാൾ ഉണ്ട്, അതുകൊണ്ട് 2 നമ്പേഴ്സ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സർ. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? യെസ് സർ. സർ പ്ലാസ്റ്ററിംഗിന്റെ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നു 2 into 4.7 into 2.1 is equal to 19.74 meter square. ഇനി നെക്സ്റ്റ് ഇന്നർ സൈഡ് ഓഫ് പാരപ്പറ്റ് എക്സ്ക്ലൂഡിംഗ് കോപ്പിംഗ്. ഈ പാരപ്പറ്റിന്റെ ഇന്നർ സൈഡ് പ്ലാസ്റ്ററിംഗ് ആണ്, എക്സ്ക്ലൂഡിംഗ് കോപ്പിംഗ്. അപ്പോൾ പാരപ്പറ്റിന്റെ ഇന്നർ സൈഡിന്റെ ലെങ്ത് സെയിം തന്നെ ആയിരിക്കും, 4.7 തന്നെയാണ് വരുന്നത്. ഇനി എക്സ്ക്ലൂഡിംഗ് കോപ്പിംഗ്, അപ്പോ നമുക്ക് ഇനി ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഇൻസൈഡ് സർഫസ് ഓഫ് പാരപ്പറ്റ്. സോ തന്നെ പാരപ്പറ്റിന്റെ ഇന്നർ സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ലെങ്ത് പ്ലസ് ഇത് പ്ലസ് ഇങ്ങനെ, ഇതാണ് പാരപ്പറ്റിന്റെ ഇന്നർ സർഫസ്. സാർ അത് ഇത് ഷെയർ ചെയ്തു. ഓക്കെ, വൺ സെക്കൻഡ്. എല്ലാവരും കാണാമല്ലോ. പാരപ്പറ്റിന്റെ ഇന്നർ സർഫസ് ഇതാണ്ട്, ഈ ഒരു സർഫസ് ഇതാണ്ട്, ഇത് ഇത്രയും പോർഷൻ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്, 20 സെന്റിമീറ്റർ. ഈ ഹൈറ്റ് 20 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്, പിന്നെ അവിടുന്ന് പിണ്ടും മുകളിലോട്ട്. അപ്പോൾ ഇത് 20 സെന്റിമീറ്റർ, ഇവിടെ 50 സെന്റിമീറ്റർ വരുന്നത്, ബിക്കോസ് എന്താണ്, കോപ്പിംഗ് വരെയുള്ള ഹൈറ്റ് ആണ് 60. ഇപ്പൊ കോപ്പിംഗിന് താഴെ വരെ ആകുമ്പോൾ 50 വരും. പിന്നെ ഇതെന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അതെങ്ങനെ 10 സെന്റിമീറ്റർ കിട്ടി? ഇതാണ്ടേ, ഇവിടെ 30 സെന്റിമീറ്റർ ആണ് ബ്രെഡ്ത്ത്, ഇവിടെ 40 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 40 മൈനസ് 30 ഇതാണ്ട്, ഈ ഒരു പ്രൊജക്ഷൻ 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ 20 പ്ലസ് 10 പ്ലസ് 50 എന്ത് വരും? 20 പ്ലസ് 10 പ്ലസ് 50 80 സെന്റിമീറ്റർ. അപ്പോൾ പ്ലാസ്റ്ററിംഗ്, ഇൻസൈഡ് സർഫസ് പ്ലാസ്റ്ററിംഗിന്റെ ഹൈറ്റ് 80 സെന്റിമീറ്റേഴ്സ് ആണ്. പിന്നെ ലെങ്ത് വരുന്നത് നമ്മൾ നേരത്തെ എടുത്ത സെയിം ലെങ്ത് തന്നെയാണ്, ഫേസ് വാളിന്റെ സെയിം ലെങ്ത് തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് സൈഡിൽ, റോഡിന്റെ രണ്ട് സൈഡിൽ പാരപ്പറ്റ് ഉണ്ട്. അപ്പോൾ 2 into 4.7 into 0.8, 2 into 4.7 into 0.8 is equal to 7.52. 2 into 4.7 into 0.8, 7.52. ക്ലിയർ ആണോ? ഇനി അടുത്തത് കോപ്പിംഗ് ആണ്. കോപ്പിംഗ് എന്തുണ്ടാവും? 2 നമ്പേഴ്സ് ഉണ്ടാവും, 2 പാരപ്പറ്റിന്റെ മുകളിലും 2 എണ്ണം. ഇനി കോപ്പിംഗിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ മുതലേ ഫിഗറിൽ കാണിച്ചായിരുന്നു. കോപ്പിംഗിന്റെ ലെങ്ത് 4.9 ആണ്. Length of coping 4.9 meters. ഒരു സെക്കൻഡ്. സോ ഇതാണ്ട് കോപ്പിംഗിന്റെ ലെങ്ത് 4.9 meters. ഇനി നമുക്ക് ഈ കോപ്പിംഗിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. കോപ്പിംഗിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്
സോ ഇങ്ങനെയാണ് കോപ്പിങ്ങിന്റെ പ്രൊജക്ഷൻ ഇരിക്കുന്നത്. 40 സെന്റിമീറ്റർ. നമ്മൾ ഇവിടെ നേരത്തെ എടുത്ത ഹൈറ്റ് എല്ലാം എന്താണ്, ഇവിടം വരെയാണ് ഹൈറ്റ് എടുത്തിരുന്നത്. 50 സെന്റിമീറ്റർ ഹൈറ്റ് ഒക്കെ എടുത്തിരുന്നത്. സോ ഈ ഒരു പ്രൊജക്ഷൻ ഉണ്ട് 40 സെന്റിമീറ്റർ. കോപ്പിങ്ങിന്റെ ഈ ഹൈറ്റ് 10 സെന്റിമീറ്റർ. ഈ ഒരു പ്രൊജക്ഷൻ 10 സെന്റിമീറ്റർ. പിന്നെ ദാണ്ടെ ഈ ഹൈറ്റും 10 സെന്റിമീറ്റർ. അപ്പോൾ കോപ്പിങ്ങിന്റെ ലെങ്ത് 4.9 എടുക്കണം. അതേ കണക്ക് തന്നെ കോപ്പിങ്ങിന്റെ ഹൈറ്റ് എടുക്കുമ്പോൾ ദാണ്ടെ ഈ ഒരു പ്രൊജക്ഷൻ 10 പ്ലസ് 40 പ്ലസ് 10 പ്ലസ് 10 50 60 70 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എടുക്കേണ്ടത്. ഈ പറഞ്ഞത് മനസ്സിലായോ? കോപ്പിങ്ങിന്റെ ഹൈറ്റ് എടുക്കുന്നത് ആ പ്രൊജക്ഷൻസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. പറഞ്ഞത് ക്ലിയർ ആണോ? അതൊന്നും കൂടി പറയണോ? ഒന്നുകൂടെ പറയാം. One second. So ഇതാണ് കോപ്പിംഗ്. സോ കോപ്പിങ്ങിന് ഒരു സെക്കൻഡ്. സോ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ദാണ്ടെ കോപ്പിംഗ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ദാണ്ടെ നമുക്ക് കോപ്പിങ്ങിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ദാണ്ടെ ഈ ഒരു ഹൈറ്റ് എടുക്കണം. അതെന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. പിന്നെ ദാണ്ടെ ഈ ഒരു ബ്രെഡ്ത്ത് എടുക്കണം. അത് 40 സെന്റിമീറ്റർ. പിന്നെ ദാണ്ടെ ഈ ഒരു പോർഷൻ, പിന്നെ ദാണ്ടെ ഈ ഒരു പോർഷൻ. ഞാൻ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഇത്രയും പോർഷൻ ആണ് നമ്മൾ കോപ്പിങ്ങിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ ആദ്യത്തെ ഈ പ്രൊജക്ഷൻ വെച്ചാൽ 10 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്, 10 സെന്റിമീറ്റർ. പിന്നെ നമുക്കുള്ളതാണ്ട് ഈ ഒരു ലെങ്ത് ആണ്, അത് 40 സെന്റിമീറ്റർ. പിന്നെ നമുക്ക് വീണ്ടും താഴത്തേക്കുള്ള പ്രൊജക്ഷൻ 10 സെന്റിമീറ്റർ. പിന്നെ വീണ്ടും ഉള്ളിലേക്കുള്ള പ്രൊജക്ഷൻ അതും 10 സെന്റിമീറ്റർ. ബിക്കോസ് കോപ്പിങ്ങിന്റെ ഈ ലെങ്ത് 30 ആണ്, താഴത്തെ പാരപ്പറ്റ് 30 ആണ്. അപ്പൊ എന്താണ്, ഈ ഒരു പ്രൊജക്ഷൻ 10 ആണ്. അപ്പോൾ 10 പ്ലസ് 40 പ്ലസ് 10 പ്ലസ് 10 70 സെന്റിമീറ്റേഴ്സ്. പറഞ്ഞത് മനസ്സിലായോ? എന്താണോ ഹൈറ്റ് ആണോ? ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പാരപ്പറ്റ് ഇല്ലേ, പാരപ്പറ്റിന്റെ മുകളിൽ ഇങ്ങനെ നീളത്തിൽ പോയിരിക്കുന്നതാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ലെങ്ത് ആയിട്ട് അത് അത് 4.9 നമുക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താണ്, ഇതിങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ കൊടുക്കുവാണ്, രണ്ട് ഇങ്ങനെ ഫുൾ ലെങ്തിൽ. നമ്മൾ വീടിന്റെ പാരപ്പറ്റിന്റെ മുകളിലൊക്കെ ഡിസൈനിങ് വർക്ക് ഒക്കെ കൊടുക്കാറില്ലേ, സെയിം സാധനം അതേ കണക്ക് തന്നെ. അപ്പൊ ഇവിടെ അത് ഹൈറ്റ് ആയിട്ടാണ് കൺസിഡർ വെച്ചാൽ ആ സൈഡ് ഫുള്ള് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമല്ലോ, അപ്പൊ ഹൈറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുവാണ്. മനസ്സിലായോ? മനസ്സിലായി. സോ അപ്പൊ നമുക്ക് 0.7 കിട്ടും. അപ്പോൾ രണ്ട് പാരപ്പറ്റിലുണ്ട്, അതുകൊണ്ട് 2 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. 2 നമ്പേഴ്സ്. സോ 2 into 4.9 into 0.7 is equal to 6.86. 2 into 4.9 into 0.7 6.86. ഇനി അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് end of parapet up to curb. End of parapet up to curb. ഫിഗറിൽ കാണിച്ചു തരാം. സോ എൻഡ് ഓഫ് പാരപ്പറ്റ് അപ് ടു കർബ് എന്ന് പറയുന്നത് ദാണ്ടെ ഈ ഒരു റീജിയൻ പ്ലാസ്റ്റർ ചെയ്യാനാണ്. ദാണ്ടെ
ഇതാണ് കെർബ് എന്ന് പറയുന്നത്. ഈ ഒരു റീജിയൻ പ്ലാസ്റ്റർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടുന്ന് കിട്ടും ബ്രെഡ്ത്ത് 40, കെർബിന്റെ ബ്രെഡ്ത്ത് 40, ഹൈറ്റ് 20. അപ്പോൾ ഈ ഒരു സർഫസ് 0.4 40, അത് കണക്കിന് ഹൈറ്റ് 20. ഇനി എത്ര നമ്പർ ഉണ്ടാവും എന്ന് പറയാമോ? എത്ര നമ്പേഴ്സ് വരും? നമുക്ക് രണ്ട് പാരപ്പറ്റ്, ഇത് എത്ര നമ്പേഴ്സ് വരും? നമുക്ക് ഈ ഒരു സൈഡിൽ ഒരെണ്ണം, അത് കണക്കിന് അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം, പിന്നെ ബാക്ക് സർഫേസിൽ ഇതേ കണക്ക് തന്നെ. അപ്പൊ ടോട്ടൽ 4 നമ്പേഴ്സ് വരും. അപ്പോ ഇതാണ് നമുക്ക് രണ്ട് സൈഡിലുള്ള പാരപ്പറ്റ്. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു കേർബ്, ഇവിടെ അടുത്ത കേർബ്, അത് കണക്കിന് ഇവിടെ അടുത്തത്, ഇവിടെ അടുത്തത്, അങ്ങനെ ടോട്ടൽ 4 നമ്പേഴ്സ്. ബ്രെഡ്ത്ത് ഓഫ് കർബ് 40, ഹൈറ്റ് 20. അപ്പൊ 4 × 40 × 20 മീറ്ററിലേക്ക് ആക്കുമ്പോൾ 4 × 0.4 × 0.2. പറഞ്ഞത് മനസ്സിലായോ? 0.4 × 0.2. അപ്പോൾ 0.4 ഉം 0.2 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. പിന്നെ എൻഡ് ഓഫ് പാരപ്പറ്റ്, നമുക്ക് രണ്ട് പാരപ്പറ്റാണ് ഉള്ളത്. രണ്ട് പാരപ്പറ്റ് ആയതുകൊണ്ട് എന്താണ് 4 എൻഡ്സ് ഉണ്ടാവും. ഫ്രണ്ട്, ഒരു പാരപ്പറ്റിന്റെ ഫ്രണ്ടും ബാക്കും, അതിന് അടുത്ത പാരപ്പറ്റിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. ഇനി അടുത്തത് എൻഡ് ഓഫ് പാരപ്പറ്റ് എബവ് കർവ്. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തതിന്റെ എബവ് പോർഷൻ, തൊട്ട് മുകളിലെ പോർഷൻ. ഇപ്പൊ തൊട്ട് മുകളിലെ പോർഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും എന്ന് പറഞ്ഞേ? എൻഡ് ഓഫ് പാരപ്പറ്റ് എബവ് കർവ്, ഇതാണ്ട് ഈ ഒരു പോർഷനാണ് കർബിന് താഴെ വരുന്ന പോർഷൻ. അപ്പോൾ ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ, ഹൈറ്റ് എത്ര വരും? കർബ് ഇല്ല, കർബ് ഇല്ലാത്തതുകൊണ്ട് 50. 30, 50. ഇനി എന്താ വേണ്ടത്? എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 4 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ 4 × 0.3 × 0.5. 4 നമ്പേഴ്സ് ആണ്. ബ്രെഡ്ത്ത് 0.3, ഹൈറ്റ് 0.6. അപ്പൊ 4 × 0.3 × 0.5 is equal to 0.6. ഇനി എൻഡ് ഓഫ് കോപ്പിംഗ്. അപ്പൊ കോപ്പിങ്ങിന്റെ എൻഡ്സ് ആണ്. കോപ്പിങ്ങിന്റെ എൻഡ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെയും കൺഫ്യൂഷൻ വരും. എൻഡ് ഓഫ് കോപ്പിംഗ്, കോപ്പിങ്ങിന്റെ എൻഡ് പോർഷൻ. കോപ്പിങ്ങിന്റെ എൻഡ് പോർഷൻ. ഇപ്പൊ കോപ്പിങ്ങിന്റെ എൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്ടേ ഈ ഒരു ഡിസ്റ്റൻസും എടുക്കണം, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കണം ബ്രെഡ്ത്ത് ആയിട്ട് അല്ലെങ്കിൽ ഹൈറ്റ് ആയിട്ട്. ഇതും എടുക്കണം. അപ്പൊ സാർ സ്ക്രീൻ വന്നിട്ട് ഹലോ കേൾക്കാം. ഹലോ ഹലോ സാർ കോപ്പിംഗ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയി. എഡ്ജ് ഓഫ് കോപ്പിംഗ്. അപ്പോ കോപ്പിങ്ങിന്റെ എഡ്ജ് പോർഷൻ ആണ്. അതാണ്ട് ഈ ഞാനിപ്പോ ഈ ടാബ് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. സോ എഡ്ജ് ഓഫ് കോപ്പിംഗ്. അപ്പൊ ഞാൻ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കോപ്പിങ്ങിന്റെ എഡ്ജ് പോർഷൻ. ബാക്കി സർഫസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തായിരുന്നു. അപ്പൊ ഈ എഡ്ജ് പോർഷൻ എന്ന് പറയുമ്പോൾ ഈ ബേസിൽ എന്ത് വരും? 10 വരും. ഈ ഒരു ഹൈറ്റ് 10 വരും. അപ്പൊ 10 + 10 20 ആണ് ഹൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ലെങ്ത് എന്ന് പറയുമ്പോൾ ദാണ്ടെ ഈ ഒരു ലെങ്തും കൂടി എടുക്കും. 40 നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കും. പിന്നെ ഈ പോർഷൻ ഹൈറ്റ് ആയിട്ട് എടുക്കും. എഡ്ജ് ഓഫ് കോപ്പിംഗ്. ബാക്കി പോർഷൻസ് എല്ലാം നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തായിരുന്നു. അപ്പൊ 40 ആണ് ഇവിടെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുന്നത്. 10 + 10 20 ആണ് ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ 4 എഡ്ജ് ഉണ്ടാവും. അപ്പൊ അതാണ് 4 നമ്പേഴ്സ്. അപ്പോ നമുക്ക് 4 എഡ്ജസ് ഉണ്ടാവും. 4 0.4 0.2. അപ്പൊ 4 × 0.4 × 0.2 0.32.
എഡ്ജ് ഓഫ് കോപ്പിംഗ് ക്ലിയർ ആയോ? Yes, sir. നിങ്ങൾ ശരിക്കും അതൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പം പലർക്കും മനസ്സിലായി കാണില്ല എഡ്ജ് ഓഫ് കോപ്പിംഗ്. നമുക്ക് 4 എഡ്ജ് ആണുള്ളത്. ആ 4 എഡ്ജിലെ പ്രൊജക്ഷൻസ്, ആ പ്രൊജക്ഷൻ ആണ് ഞാൻ വരച്ച് കാണിച്ചത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ നേരത്ത് കൾവേർട്ടിനകത്തുള്ള ഓപ്പണിംഗ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഓപ്പണിംഗ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. അപ്പോൾ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റെക്ടാങ്കുലർ ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റെക്ടാങ്കുലർ ഓപ്പണിംഗ്. ഈ റെക്ടാങ്കുലർ ഓപ്പണിംഗിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞേ. റെക്ടാങ്കുലർ ഓപ്പണിംഗിന്റെ ഡയമെൻഷൻ നമ്മൾ ഈ ഡയമെൻഷൻ കൺസിഡർ ചെയ്തിട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്തത്. 1.5. 1.5 ബ്രെഡ്ത്ത്. ഹൈറ്റോ? 1.5 മീറ്റർ ബ്രെഡ്ത്ത്. ഹൈറ്റ് 1.3. ഹൈറ്റ് 1.3. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് സർഫേസും ഉണ്ട് ബാക്ക് സർഫേസും ഉണ്ട്. അപ്പൊ 2 നമ്പേഴ്സ് 1.1 into 1.5, 2 into 1.5 into 1.3, 3.9. ഇനി നമുക്ക് ഇതിവിടെ കണ്ടോ, ഈ ഒരു പോർഷനില് എർത്ത് സ്ലോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എർത്ത് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലാസ്റ്ററിങ് ഇല്ല, പ്ലാസ്റ്ററിങ്ങിന് പകരം ഇവിടെ സോയിൽ ഇട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഡിഡക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൈറ്റ് നമുക്ക് 1.3 ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അതേ കണക്ക് തന്നെ ഈ ബേസ് ലെങ്ത്, ആ ലെങ്ത് നമുക്ക് 1:1 സ്ലോപ്പ് ആയതുകൊണ്ട് ഇവിടെ 1.3 എന്ന് കൊടുക്കാം. അപ്പോ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 into 1.3 into 1.3. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് സർഫേസും ഉണ്ട്, അത് കണക്ക് തന്നെ ബാക്ക് സർഫേസും ഉണ്ട്. അപ്പൊ 2 into 1.3 into 1.3 എത്ര വരും എന്ന് പറഞ്ഞ? 2 into 1.3 into 1.3 2 into 3.3. ഇല്ലല്ലോ, 2 into 1. ആ ഹാഫ് ട്രയാങ്കിളിന്റെ ഏരിയ 1.69. 1.69. അപ്പൊ നമുക്ക് ഡിഡക്ഷൻസ് എത്ര വന്നു? ഇവിടെ ഒരു 1.69 വന്നു. അത് കണക്ക് തന്നെ ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ ഡിഡക്ട് ചെയ്തപ്പോ എത്ര വന്നു? റെക്ടാങ്കുലർ പോർഷൻ ഡിഡക്ട് ചെയ്തപ്പോ 1.5 into 1.3, 1.5 ബ്രെഡ്ത്ത്, 1.3 ഹൈറ്റ്, 3.9. 2 times എടുക്കണം. 2 times എടുക്കണം. 3.9. അപ്പൊ ടോട്ടൽ ഡിഡക്ഷൻ എത്ര വന്നു? 1.69 plus 3.9. 1.69 plus 3.9 എത്ര വന്നു? 5.59. 5.59 ഡിഡക്ട് ചെയ്യണം. അപ്പോ നമുക്ക് ഇവിടെ കിട്ടിയ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ പ്ലാസ്റ്ററിങ്ങിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 35.36. പ്ലാസ്റ്ററിങ്ങിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 35.36. 35.36 മൈനസ് നമുക്കിപ്പം കിട്ടിയ എന്താണ്? 5.59. എത്ര വരും ആൻസർ? 35.36 minus 5.59. 29.77. 29.77. So പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി 29.77. സോ ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വിശപ്പ് വന്നുകൊണ്ടാണോ ഡൗട്ട് ഇല്ലാത്തത്? സമയം കഴിഞ്ഞു, അതുകൊണ്ട് ഡൗട്ട് ഇല്ല. എല്ലാം മനസ്സിലായോ എല്ലാവർക്കും?